ബന്ധങ്ങളിൽ വലിയ വഴക്കുകളേക്കാൾ അകൽച്ചയുണ്ടാക്കുന്നത് ചെറിയ അവഗണനകളാണ്. വലിയ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കരുതും ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, എല്ലാം കഴിഞ്ഞു എന്നൊക്കെ. സത്യത്തില് ആ ഒരു വഴക്കല്ല നമ്മളെ അകറ്റുന്നത്. നമ്മൾ നിസാരം എന്ന് കരുതി തള്ളിക്കളയുന്ന ചെറിയ നിരാശകളാണ്. ഇത് ആവർത്തിക്കുമ്പോഴാണ് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ പാർട്ട്ണർ അതിൽ ശ്രദ്ധിക്കുകയേ ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു കാര്യം അവർക്ക് വളരെ നിസ്സാരമായി തോന്നുന്നത്. എന്തെങ്കിലും കാര്യം ചെയ്യാം എന്ന് ഏറ്റിട്ട് ഒരിക്കലും അത് ചെയ്യാതിരിക്കുന്നത്. ഒരാൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുമ്പോൾ മറ്റേയാൾ ഇതിലൊന്നും ബോധേഡ് ആവാതിരിക്കുന്നത്. ഫോൺ ചെയ്യുമ്പോൾ എപ്പോഴും തിരക്കിലായിരിക്കുന്നത്. തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അത് മറന്നു പോകുന്നത്. ഞാൻ വരും എന്ന് ഉറപ്പ് പറഞ്ഞിട്ട് അവസാന നിമിഷം വരാതെ ഇരിക്കുന്നത്. ഇതൊക്കെ പുറമേന്ന് കാണുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമായ കാര്യങ്ങളായിട്ട് തോന്നാം. പക്ഷേ നിരന്തരം ഇത് തന്നെ ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന വ്യക്തിക്ക് താൻ വളരെയധികം റിജക്റ്റ് ചെയ്യപ്പെടുന്നതായി, തനിക്കൊരു പ്രാധാന്യമില്ലാത്തതായിട്ട് തോന്നാം. ആദ്യമൊക്കെ ഈ അവസ്ഥ പരിഹരിക്കാൻ നമ്മൾ കുറേ ശ്രമങ്ങളൊക്കെ നടത്തും. ഒരുപാട് സംസാരിച്ച് നോക്കും, കരഞ്ഞു നോക്കും, ദേഷ്യപ്പെട്ട് നോക്കും, നമ്മുടെ ഇമോഷൻസ് ഒക്കെ മാക്സിമം എക്സ്പ്രസ് ചെയ്ത് നോക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടും മറ്റയാൾ അതേ രീതി തന്നെ തുടരുമ്പോൾ നമ്മൾ ഈ ചെയ്തതിനെ ഒക്കെ പരിഗണിക്കാതിരിക്കുമ്പോൾ ഇതൊന്നും ഗൗനിക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അവിടെയാണ് ശരിക്കുമുള്ള അകൽച്ച ഉണ്ടാകുന്നത്. സൈക്കോളജിയിൽ ഇതിനെ ഇമോഷണൽ അട്രീഷൻ എന്നാണ് പറയുന്നത്. എത്ര ശ്രമങ്ങൾക്ക് ശേഷവും വീണ്ടും വീണ്ടും റിജക്റ്റ് ആവുമ്പോൾ തൻ്റെ ഇമോഷൻസിന് പ്രത്യേകിച്ച് യാതൊരു സ്ഥാനവും ഇല്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഒരവസ്ഥയാണിത്. പ്രതീക്ഷയുടെയും അത് നിഷേധിക്കുമ്പോഴുണ്ടാകുന്ന പരിഭവത്തിൻ്റെയും ആർഗ്യുമെന്റിൻ്റെയും സങ്കടത്തിൻ്റെയും അവസ്ഥയ്ക്ക് ശേഷം ശൂന്യമായ ഒന്നിലേക്ക് നമ്മൾ എത്തുകയാണ്. ആക്ച്വലി ഇവിടെ നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആയതൊന്നുമല്ല, ഇനിയും ഫീലിങ്സ് ഒന്നും കൊണ്ടു നടക്കാൻ എനിക്ക് വയ്യ എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. ശബ്ദമില്ലാതെ വേദനിക്കുന്നതാണ്. ഓർക്കുക, പരിഭവവും ആർഗ്യുമെന്റ്സും ഒക്കെ നിങ്ങളെ അവരുടെ ജീവിതത്തിൽ പിടിച്ചു നിർത്തുവാനുള്ള പെടാപ്പാടുകളാകാം, അല്ലെങ്കിൽ അവസാന ശ്രമങ്ങളാകാം. അത് അവഗണിക്കാതിരിക്കുക. താങ്ക് യു.